What is the range of compression pressure of a typical petrol engine? What is the range of compression pressure of a typical petrol engine? ഒരു പെട്രോൾ എഞ്ചിന്റെ കംപ്രഷൻ പ്രഷർ അല്ലെ, ഏത് റേഞ്ചിലായിരിക്കും കംപ്രഷൻ പ്രഷർ എന്നുള്ളത് അല്ലെ. ഇപ്പൊ നമുക്ക് ഇത് രണ്ട് രീതിയിൽ പഠിച്ചു വെക്കണം. അതായത് PSIയിലും പഠിച്ചു വെക്കണം, അതേപോലെ തന്നെ ബാറിലും പഠിച്ചു. ഇവിടെ 90 to 150 PSI, 400 to 550 PSI, 500 to 700 PSI, അതേപോലെ തന്നെ നൺ ഓഫ് ദീസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അല്ലെ. PSI പൗണ്ട്സ് പെർ സ്ക്വയർ ഇഞ്ചാണ് നമ്മൾ ആ യൂണിറ്റ് ആയിട്ട് വരുന്നത്. സോ കംപ്രഷൻ പ്രഷർ ഒരു പെട്രോൾ എഞ്ചിന്റെ നോർമലി ഉപയോഗിക്കുന്ന ഒരു പെട്രോൾ എഞ്ചിന്റെ സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിന്റെ കംപ്രഷൻ പ്രഷർ എത്രയായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ജസ്റ്റ് ഞാൻ രണ്ട് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് അതിന്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. ഒരു ടിപ്പിക്കലി ഒരു സ്പാർക്ക് പ്ലഗ് ഉപയോഗിക്കുന്ന നമ്മുടെ സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിൻസിലാണെന്നുണ്ടെങ്കിൽ അതിന്റെ കംപ്രഷൻ പ്രഷർ എന്ന് പറയുന്നത് 8 to 12 ബാർ ആയിരിക്കും. വാല്യൂ എന്ന് പറയുന്നത് 8 to 12 ബാർ ആയിരിക്കും. വിച്ച് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 90 to 150 PSI. 90 മുതൽ 150 PSI ആയിരിക്കും എന്ത് വരുന്നത്, ഇതിന്റെ പ്രഷർ ആയിട്ട് വരുന്നത്. അതൊരു ഡീസൽ എഞ്ചിന്റെ കേസിലാണെങ്കിൽ 400 to 700 PSI. കംപ്രഷൻ പ്രഷർ ഓൾറെഡി എന്താ ഡീസൽ എഞ്ചിനിൽ അല്ലെങ്കിൽ നമുക്കറിയാം അല്ലെ, കംപ്രഷൻ ഇഗ്നിഷൻ എഞ്ചിൻസ് ആണ് ഡീസൽ എഞ്ചിൻസ് പറയുന്നത്. സോ അതിലെന്ത് ചെയ്യും, 400 to 700 PSI ആയിരിക്കും അതിന്റെ ഡീസൽ എഞ്ചിനിലെ പ്രഷർ റേഞ്ച് എന്ന് പറയുന്നത്. സോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് 90 to 150 PSI. ഓപ്ഷൻ എ ആയിരിക്കും ഇതിന്റെ കറക്റ്റ് ആൻസർ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കംപ്രഷൻ പ്രഷർ എത്രയെന്നാണ്. അത് PSIയിലും അതേപോലെ തന്നെ ബാറിലും പഠിച്ചിരിക്കണം എന്നുള്ളവർക്ക് കേട്ടോ. 8 to 12 ബാർ ആണ് നമ്മൾ നോർമലി പറയാറുള്ളത്.